ഉള്ളിക്കടത്തിൻ്റെ മാത്രം ചേർന്നതുപോലൊരു വലിയൊരു താമര പാടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഏത് സമയത്തും വന്നു കഴിഞ്ഞുണ്ടാവോ ഇല്ലയെന്നൊന്നും അറിയില്ല. എന്നാലും ഏറെക്കുറെ ഇപ്പോൾ വന്നാലും താമര പാടം രീതിയിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതൊക്കെ കോൾപ്പട വന്നത് ഈ മെയിനായിട്ട് മറ്റേ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മറ്റേ തൃശ്ശൂരിൻ്റെ നെല്ലറ എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമാണ് ഈ ഉള്ളുപാടം. ഭയങ്കര വൈബായിട്ടുള്ള സംഭവമാണ്. ഈ സാധനങ്ങളിൽ ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്ഥലങ്ങളാണ്. എൻജോയ്മെൻറ്റും വൈബും ഉള്ളൊരു സ്ഥലമാണ്. ഈ സൈഡും പാടം തന്നെയാണ്. ഫുള്ള് വെള്ളക്കെട്ടായിട്ട് ഒരു വൈബുള്ളൊരു സംഭവം തന്നെയാണ്. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഒരു വൈബ് മൂഡ് സെറ്റ് ചെയ്യാൻ ഒരു സാധനങ്ങളിൽ സൺഡേ അടിപൊളിയാണ്. ഇവിടെ രണ്ടാൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആൾക്കാർ വേറെ ഒന്നുമില്ല, എൻ്റെ പെങ്ങളുടെ പിള്ളേരാണ്. ഈ വഴിയുടെ ഓപ്പോസിറ്റ് നമ്മളിങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ താമരപ്പാടത്തൂടെ നടക്കാനുള്ളൊരു സംവിധാനം ഉണ്ട്. താമരപ്പാടം അങ്ങനെ കണ്ട് നേരെ അവിടെ ചെന്നൊരു കനാലുണ്ട്. ഇന്ന് സൺഡേ കാരണം ഒരുപാട് ഫാമിലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ താമരപ്പൂ വാങ്ങാനുള്ളൊരു ഇതുണ്ട്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു വൈബുണ്ട്. ഇതൊന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് മഞ്ജു വാര്യരുടെ വീട് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഓട്ടോൻ്റെ അവിടെ നിൽക്കുന്നതാണ് മഞ്ജു വാര്യരുടെ. ഈ റൈറ്റിൽ കാണുന്നതാണ് മഞ്ജു വാര്യർ വീട്. ഇവിടെ ആളുള്ളതൊന്നും അറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊട്ടവഞ്ചി അതേപോലെ ആളുകൾ ഇങ്ങനെ സെൽഫായിട്ട് പോണ വഞ്ചിയൊക്കെ കിട്ടും. ഇതാ വഞ്ചിക്കാർ ഇങ്ങനെ തുഴഞ്ഞു പോകാനുള്ള സെൽഫായിട്ട് പോകാനുള്ള സംഭവമുണ്ട്. പിന്നെ അതവിടെ കൊട്ടവഞ്ചി, ചവിട്ട് വഞ്ചി എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല സൺസെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൈബുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യണം. നമ്മളിനി ഇത് കഴിഞ്ഞ് സൺസെറ്റൊക്കെ കണ്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.